ഗൈസ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. നമ്മളിന്ന് കോയമ്പത്തൂരിലേക്ക് പോവാണ്. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ജാനുവിൻ്റെ എക്സാമിന് വേണ്ടി പോവാണ് കേട്ടോ. ഗൈസ് നമ്മുടെ പാലക്കാട് MG റോൾസ് വന്നിട്ട് ഞാനിവിടെ കയറിയിട്ടേ ഇല്ല. ഈ ഫ്രൈഡ് ചിക്കൻ പോലത്തെ ഈ ഐറ്റംസ് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ബട്ട് നമ്മുടെ ബൈപ്പാസ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പുറം ഒരുപാട് ഫുഡിൻ്റെ സ്പോട്സ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനും ഒരു ഫുഡിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരുപാട് ഫുഡ് കഴിക്കാനും ഫുഡിന് ഇഷ്ടപ്പെടാവുന്ന പ്രിയനാണ്. അതേപോലെ നമ്മൾ TNT കാണിച്ചു തരാം. അത് ഇതാ നമ്മൾ TNT വന്നിട്ട് ഞാൻ 2 വട്ടം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റോറി ഒന്നും ഇടാൻ പറ്റി. എന്നിട്ട് ഫോണിൻ്റെ ക്യാമറ ഈ പ്രശ്നം കൊണ്ട് മാറി. ഇപ്പോൾ നമ്മൾ പാലക്കാട് ഒരുപാട് ഫുഡിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായി വരട്ടെ, നല്ല രീതിയിൽ തന്നെ വരട്ടെ. ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് അതിലാണ് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നേരെ നമ്മുടെ മലമ്പുഴ റോഡാണ്, റൈറ്റ് സൈഡിൽ പോയാൽ നേരെ റോഡ്. അതേപോലെ നമ്മൾ ചിക്കിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കുറച്ചായിട്ട് ഇവിടെ വിട്ടും കയറിയിട്ടില്ല, കയറാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോകുമ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗായ്സ് നമ്മളപ്പോൾ നമ്മുടെ ജാനുവിനും പിക്ക് ചെയ്ത് നേരെ നമ്മുടെ കോളേജിലേക്ക് പോവാം. അഥവാ നമ്മുടെ രംഗനാഥൻ കോളേജ് ഓഫ് കോയമ്പത്തൂർ, അവിടെയാണ് നമ്മുടെ എക്സാമൊക്കെ വരുന്നത്. നമ്മൾ വാളർ ബോർഡർ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കോളേജ് എത്താനാണ്, ഇതൊക്കെ കാണിച്ചു തരാം. കുറേ എന്താ പറയുക, പല പഴയത് ഓർമ്മ വരുന്നത് എൻ്റെ ഈ കോളേജ് കാണുമ്പോഴാണ് കേട്ടോ. നമ്മുടെ ഈ ലൊക്കേഷൻ എത്തുമ്പോൾ ആ ഒരു കാലഘട്ടം മീൻസ് പറയുന്നില്ല, ഒരു ദിവസം 4-5 വർഷം മുമ്പ് എന്ന് പഠിച്ച സമയങ്ങളിൽ ഈ ഒരു കോളേജിന് ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. എന്താണെന്നറിയില്ല, ഈ നൊസ്റ്റാൾജിയ അല്ല ഒരിക്കലും. നൊസ്റ്റാൾജിയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ അതൊരു നൊസ്റ്റാൾജിയ തന്നെ ആയിരിക്കാം. ബട്ട് ഇവിടുത്തെ ഈ വഴികൾ, നമ്മൾ അന്ന് ചായകളും കുടിച്ചതും ഓരോ പരിപാടിക്ക് വെളിയിൽ നിന്നതും ആയിട്ടുള്ള എല്ലാം നിറഞ്ഞൊരു റോഡാണ്. ഒരുപാട് യാത്ര ചെയ്ത വഴികളാണ്. ആദ്യമായിട്ട് ഈ വഴിയിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിലേക്കൊന്ന് പോകാം. കോളേജിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ എന്നൊരു ഫുൾ വീഡിയോ, കോളേജ്, ജാനു, എക്സാം, ഫുഡ്, ദാറ്റ് ടൈപ്പ് അതുപോലെയാണ് നമ്മൾ കേട്ടോ. എങ്ങനെ ഞാനും ജാനും കൂടി നേരെ കോളേജിലേക്ക് പോവാണ്. ജാനുവിൻ്റെ അടുത്ത് കുറേ സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കേണ്ട എക്സാമിനെ പറ്റിയും വണ്ടിയുടെ സ്പീഡിനെ പറ്റിയും എവിടെ അങ്ങനെ ഞങ്ങൾ ഓരോരോ ഇച്ചിരി കാഷ്വൽ ടോക്സ് ആയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ദൂരം ഓടി വന്നേ, അപ്പോൾ എനിക്കുള്ള വെള്ളം ദാഹം. ഒരു ചിക്കൻ തണ്ട കുടിക്കാമെന്ന് പ്ലാനുണ്ട്. കുടിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ ഡബിൾ സ്കൂപ്സ് റെഗുലർ ജിങ്ക് മിക്സ് മതി. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഗൈസ് കഴിഞ്ഞ വട്ടം ഇതേപോലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ജിഗർ തന്ത കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി. നമ്മുടെ അടപ്രഥമൻ്റെ ആ ഒരു ഫേസാണ് ടേസ്റ്റ്. ബട്ട് എനിക്ക് ഓക്കെയാണ്, സംഭവം ഇഷ്ടമായിട്ടോ. ഞാൻ അതിനെപ്പറ്റി കാണിച്ചു തരാം. ഈ ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് നമ്മുടെ ജിഗർ തന്ത കുടിക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ മിക്സ്ഡ് ജിഗർ തണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാവും. പക്ഷെ ജാനുവിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. സൂപ്പറായിട്ടുണ്ടോ ജാനു? ഒന്നായിട്ടില്ല, അല്ല ജാനുവിന് പിടിക്കില്ലല്ലോ അല്ലെങ്കിൽ. ഉത്തരവാദിത്തമുള്ള ജാനുവാണ് അല്ലേ? അമ്മ വിളിച്ച് കിട്ടിയില്ല? എന്താ കിട്ടാത്തത്? ആ റേഞ്ചിലാണ്ടായിക്കില്ലേ? ശരി, അമ്മ വിളിച്ച് ഞാൻ പറയാം കേട്ടോ. ഓ തീർച്ചയായും പറയാം. എക്സാമൊക്കെ വന്നാൽ എഴുതണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. വാവ്, നല്ല കാറ്റാണ്. എനിക്ക് എന്താ കാറ്റില്ലേ എടി? എന്താ കാറ്റ്? ആധാർ കാർഡിൽ വലിയ കുഴപ്പമില്ല. ഇതിലും കുഴപ്പമില്ല. ഇപ്പത്തെ വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല, എല്ലാം ഭംഗിയുണ്ടല്ലേ. ജനനി രാജ്കുമാർ. കുറച്ച് കഴിഞ്ഞാൽ ജനനി അമൽകൃഷ്ണൻ എന്നാവില്ലേ? അല്ല, അമൽകൃഷ്ണൻ തന്നെ.
ഈ കാണുന്ന ഈ ഒരു കാറിൻ്റെ ക്രൗഡും മനുഷ്യന്മാരുടെ ക്രൗഡും ഒരു എക്സാം എഴുതാൻ വന്നിരിക്കുകയാണ് വേറെ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചു, കണ്ടപ്പോൾ വിശ്വസിച്ചു കേട്ടോ. കോളേജിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ആംബിയൻസ്. ഈ കാണുന്നത് ഫുള്ള് തക്കാളി തോട്ടങ്ങൾ മാത്രം കേട്ടോ. അത് ഇപ്പുറത്തും കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അത് വെക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല. അത് മാത്രമല്ല എൻ്റെ കോളേജിൽ ഇതേപോലെയാണ്. ധനലക്ഷ്മി കോളേജിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് മലകളും തരുന്നതുപോലെ തന്നെ ഇവിടെയും കോളേജിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇത് കണ്ടോ എന്താ ആംബിയൻസ് പറയുക, നല്ല ആംബിയൻസ് കേട്ടോ. ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോഴേ നമുക്ക് കോളേജിലോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അവിടെ പഠിക്കാനും അതിലൊക്കെ തമിഴ്നാട് അപേക്ഷിച്ച് കോളേജിലൊക്കെ നല്ല രസം കേട്ടോ. ഒരു ആംബിയൻസ് നല്ലപോലെ സെറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളായിട്ടും. ഇത് ഒരു റാലി വരുന്നുണ്ട്, ഞാൻ അതിൻ്റെ വിൻസാണ് വെച്ചേക്കുന്നത്. എന്തായാലും വെറുതെ ഇരിക്കും, അപ്പോൾ എങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കുറേ വന്നിട്ടുണ്ട്, ബട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഐഫോൺ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഹെൽമെറ്റ് ഇട്ടിട്ട് മുടിയൊക്കെ ഏകദേശം നന്നായി പോയി. അപ്പോൾ കോളേജും ആംബിയൻസും എല്ലാം കൂടി നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈസ് ആംബിയൻസ് കേട്ടോ, ഒന്നും പറയാനല്ല. നോക്കി ഇനി കുറച്ച് പേർത്ത് വന്നപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അത് മണ്ണൊക്കെ വരണ്ടെടുത്തിട്ടുണ്ട്. എന്തോ ചെയ്യാനോ ട്രാക്ടർ പോട്ടുന്നുണ്ട് കണ്ട. മേ ബി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. നല്ല രസമാണ് കേട്ടോ. തമിഴ്നാട്ടിലേക്കൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഒന്നും പറയാറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വന്നവർക്ക് അതിൻ്റെ ഭംഗി അറിയാമല്ലോ, അത് കാണില്ല. പിന്നെ ഈ സൈഡ് ഫുള്ള് ചുറ്റും പനകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും കോളേജിൻ്റെ ടോപ്പ് അതിന് താഴെ പോയി നമുക്ക് കിട്ടില്ല. ഇത് കുറച്ച് വെളിയിൽ നിന്ന് വന്ന് എടുത്തപ്പോഴൊരു കാഴ്ചയാണ് കേട്ടോ. ആ ട്രാക്ടറല്ലേ പുള്ളിക്കാരൻ അതിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ ആളാണ് ജോലി ചെയ്യുന്നത്. പാട്ടൊക്കെ വെച്ച് നല്ല തമിഴ്പാട്ട് ചില്ലാന്നൊക്കെ ആക്കിയിട്ടാണ്. ഓക്കെ, അത് ആസ്വദിച്ച് ചെയ്യണം. നോക്കുക, അതിൻ്റെ രസമുണ്ട് അതിൽ. ആ പാട്ട് കേട്ടിരിക്കാൻ നമുക്കേ ഒത്തിരില്ല കേട്ടോ. രസം കണ്ടില്ലേ. ഫുഡ് നമ്മൾ എവിടെ കണ്ടാലും പോകുന്നതാണ്, ബട്ട് ഇവിടെ ഫുഡിൻ്റെ കട അടച്ചിരിക്കാൻ തോന്നുന്നു. എനിക്ക് വെള്ളം തായ്ക്കാൻ പോയി സോഡ കുടിക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പുറത്ത് തക്കാളി കൃഷിയാണ്, ഇതിൻ്റെ ഈ അപ്പുറത്ത്. പക്ഷെ ഇതെന്താണെന്നറിയില്ല കേട്ടോ. ഇത് കൊള്ളാണോ മുതിരയാണോ അങ്ങനെ എന്തോ ഒരു ടൈപ്പാണ് കേട്ടോ. അല്ല, കൊള്ളുമുതിര ഒന്നല്ല, എന്തോ സംഭവമാണ് കേട്ടോ. ചെറിയ ടൈപ്പിലോ അതിൻ്റെ കൃഷി ഇവിടെ ഉണ്ട്. അത് കൂടാതെ ഈ സൈഡിൽ ഫുള്ള് വാഴ കേട്ടോ. കേരളത്തിലുള്ള പോലെ തന്നെ 1% ഇവിടെയും ഉണ്ട് വാഴ. ഇവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു പോക്കും വരവുള്ളത് നമ്മുടെ പാലക്കാട് തന്നെയാണല്ലോ. വെറൈറ്റി കാണിച്ചു തരണം. ഇത് പയറാട്ടാ. ഇതെന്താ സംഭവം ആർക്കും പറയാൻ പറ്റുമോ? ഇത് സംഭവം ചെറുള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുളപ്പിക്കാൻ എന്താ സംഭവം മനസ്സിലായില്ല കേട്ടോ. ഇത് ചെറിയുള്ളിയാണ്. അത് ആ പോകുന്ന ചേട്ടൻ ചേച്ചി ചോദിച്ചപ്പോഴാണ് അവരാ പറഞ്ഞത് ചെറിയുള്ളി ഉള്ളിലിട്ട് വെച്ചിരിക്കാൻ. റീസൺ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് അതുപോലെ വന്ന ബൈക്കുകളാണ്, കണ്ട ബൈക്കുകൾ ഫുള്ള് എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്ന ജനങ്ങളാണ് ഈ കാണുന്നത്. ഇത്രയും പേരും നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് എക്സാംസ് ചെയ്തിട്ട് പറയുമ്പോൾ വലിയ കാര്യമാണ്. ഈ ഒരു സെൻറ്റർ മാത്രമല്ല, ഇതുപോലെ പല സെൻറ്ററുകളുണ്ട്. അവിടെ എത്രത്തോളം പേര് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ കറങ്ങാൻ പോയിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3:30 ആകുമ്പോൾ ഇവിടെ എത്തി. അതേപോലെ തന്നെ 4:30 to 5:30 1 മണിക്കൂർ എക്സാം ടൈം. ആ ഒരു കെട്ട പോസ്റ്റ് സമയത്ത് ഞാൻ കറങ്ങി വന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ എടുത്തത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക. ഓക്കെ, ഇന്ന സമയത്തുള്ള ഒരു ക്ലൈമറ്റേ അല്ല. അപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി 5:10 പക്ഷെ നല്ല കാറ്റുണ്ട്, ക്ലൈമറ്റേയും മാറി. ഇപ്പോൾ എന്താ നമുക്ക് കറങ്ങാൻ പോകണമെന്ന് ജസ്റ്റ് കോയമ്പത്തൂരൊക്കെ പോയി ഒന്ന് ഫുഡ് അടിച്ചിട്ട് വേണം ഇന്ന് വീട്ടിലോട്ട്. കുറേ കറങ്ങാൻ പോയിട്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഓ, ഇപ്പോൾ ഇത്തവണത്തെ ബാങ്ക് ഓഫ് ബറോഡയിലെ ജോലി ജാനുവരി. അപ്പോൾ മഴ ഏകദേശം വരാനായി. 5:30 മണി കഴിഞ്ഞിരിക്കും, 5:45. അപ്പോൾ നമുക്ക് നേരെ ഇനി പോകണം, കോയമ്പത്തൂർ പോകണം, കറങ്ങണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാം.